ഹായ് ഒരുവൻ. കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ്, ഒരു പ്രീമിയം ഫ്ലാറ്റ് എല്ലാവരുടെ ഉള്ളിൽ ഒരു സ്വപ്നമാണ്. പക്ഷേ സ്വപ്നമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ കുറഞ്ഞ ഒരു 3 CR അല്ലെങ്കിൽ ഒരു 4 CR ഇല്ലെങ്കിൽ ആ ഒരു സ്വപ്നം എന്നും ഒരു സ്വപ്നമായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ അതിലേക്ക് കടക്കുന്ന മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. എന്റെ ഒരു പാർട്ട് 9 ഫോറസ്റ്റ് ബാത്തിങ് ഉണ്ടോ എങ്കിൽ ഈ ഫ്ലാറ്റ് ഉറപ്പിക്കാം എന്നുള്ളൊരു മറീന വണ്ടി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ എല്ലാം വന്നിട്ട് അവിടെ ഫ്ലാറ്റിൽ ഉണ്ടല്ലേ അല്ലെങ്കിൽ അവിടെ ഇല്ല എന്നുള്ള കുറച്ച് ക്ലാഷസ് അവിടെ നടന്നു. വേറൊന്നുമല്ല, മറീന വണ്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ ഇപ്പോ ബിൽഡിംഗ് പണിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ 5 ഏക്കർ ഓളം അവർ ലാൻഡ്സ്കേപ്പിന് സ്ഥലം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ഫോറസ്റ്റ് ക്രിയേറ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡ് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾ ചൂസ് ചെയ്തത്. മറീന വള്ളിൽ ഇതുവരെയും ഫോറസ്റ്റ് ബാത്ത് എത്തിയിട്ടില്ല, അതായത് ഫ്യൂച്ചറിൽ വരില്ല എന്നല്ല, ഇതുവരെയും ഇല്ല. അപ്പോൾ ആ ഒരു ക്ലാസ് ഇവിടെ തീരുന്നുണ്ട്. ഭാവിയിൽ ഫോറസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് ബാത്ത് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്ത ഫ്ളാറ്റുകളെല്ലാം എംപ്റ്റി ആകുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആരാണോ ഏത് ഫ്ളാറ്റുകളാണോ ഫസ്റ്റ് ഫോറസ്റ്റ് ബാത്തിങ് ഇൻവെന്റ് ചെയ്തത് അവരായിരിക്കും ഇവിടെ കൊച്ചിയിലെ രാജാക്കന്മാർ. അപ്പോൾ അങ്ങനെ രാജാക്കന്മാരാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാം. ഞങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു ഘോരമായ ഒരു വനം നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് ചെയ്തു തരും. അത് 5 സെന്റിലോ 10 സെന്റിലോ 20 സെന്റിലോ 30 സെന്റിലോ 1 ഏക്കറിലോ നമുക്ക് ചെയ്യാം. ഫ്ളാറ്റുകളുടെ പ്രത്യേകത പക്ഷേ 1 സെന്റ് പോലും അനാവശ്യമായിട്ട് കളയാൻ അവർക്ക് പറ്റില്ല. കാരണം എല്ലാം പ്രീ പ്രിപ്പയർഡ് ആയിരിക്കും. അവിടെയാണ് റിലാക്സ് ഫോറസ്റ്റ് എന്നുള്ള കമ്പനിയുടെ ഞങ്ങളുടെ യൂണീക്നെസ്. ഫോറസ്റ്റിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലം കളയണ്ട. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എന്റർടൈൻമെന്റ് ഏരിയസ്, അതായത് സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും ജിം ആണെങ്കിലും യോഗ സെന്റർ ആണെങ്കിലും തെറാപ്പി സ്പാ ഇതെല്ലാം ആണെങ്കിലും ടെന്നീസ് കോർട്ട് ആണെങ്കിലും ഇതെല്ലാം നമുക്കൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ഇൻഹേൽ ചെയ്യുന്ന ഫൈറ്റോൺസൈഡ്സ് ആണ്. അതുകൊണ്ട് ഫോറസ്റ്റ് ബാത്തിങ്ങിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സ് ആക്കി ഒരു നല്ലൊരു ഹാപ്പി കണ്ടീഷനിൽ അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും വിത്തൗട്ട് എയർ പൊല്യൂഷൻ. ഇനിയും ഞാൻ ആ ഒരു ബെനിഫിറ്റ്സ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്റെ പാർട്ട് 10 വളരെ നല്ല രീതിയിൽ ഞാൻ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വിത്തൗട്ട് നിയോഗി ഫോറസ്റ്റ് ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറും. നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് 3-4 കോടി നമുക്ക് തന്ന് നമ്മുടെ അന്തേവാസികളായ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും 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 നല്ലൊരു എന്റർടൈൻമെന്റ് ഏരിയയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്ത് തെറാപ്പിയാണ്. അതോടൊപ്പം തന്നെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഏതൊരു വലിയൊരു പാരന്റ്സിനാണെങ്കിൽ പോലും എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് ആൻസൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് ഫോറസ്റ്റ് ബാത്തിങ് കൊണ്ട് സാധിക്കും. ഫോറസ്റ്റ് ബാത്തിങ്ങിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല, കാരണം അത് ഒരുപാടുണ്ട്. അത് എന്റെ പാർട്ട് 3 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോറസ്റ്റ് ബാത്തിങ് എന്താണ്, ഫോറസ്റ്റ് ബാത്തിങ് ബെനിഫിറ്റ്സ് എന്താണ്. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ആ ഒരു എന്റർടൈൻമെന്റ് ഏരിയ അല്ലെങ്കിൽ അത്രയും ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലാൻ ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് മേടിക്കാനായിരിക്കും ആൾക്കാരുടെ ക്യൂ. അത് എന്റെ ഒരു കമന്റ് സെക്ഷൻ, ആ ഒരു കമന്റ് സെക്ഷനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഒരുപാട് പേര് അതിനെ അപ്രിഷിയേറ്റ് ചെയ്തു. നല്ല ഐഡിയ ആണ് കാരണം അതാണ് ഇനിയുള്ള ഫ്യൂച്ചർ.